കാലിക്കറ്റ് എഫ്സിന്റെയും മലപ്പുറം എഫ്സിന്റെയും കളി അത് നമ്മളെ കോഴിക്കോട് നടക്കുമ്പോൾ നമ്മൾ കാണാൻ പോകാത്ത മോശമല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി കളി കാണാൻ പോകാൻ. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആക്കി. അതിന്റെ ഇടയ്ക്ക് വണ്ടിന്റെ പെട്രോളും കഴിഞ്ഞു. അങ്ങനെ പെട്രോളൊക്കെ വാങ്ങി നമ്മൾ നേരെ 100-110 വിട്ട് ഇവിടെ എത്തി നോക്കുമ്പോഴാണെങ്കിലോ ശരിയായ ബ്ലോക്കും. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ വണ്ടി എവിടെയും കൊണ്ടുപോയിടണം. എല്ലായിടത്തും ഫുള്ളാ. അത് കഴിഞ്ഞപ്പോൾ അത് അടുത്ത വള്ളി നമുക്ക് കയറാനുള്ള 23 നമ്പർ ഗേറ്റും കാണുന്നില്ല. ഇവിടെ വന്ന് നോക്കിയപ്പോഴാണെങ്കിൽ ഇവിടെ അത് പൂട്ടിയിട്ടുക. അവസാനം എങ്ങനെയൊക്കെ അകത്തേക്ക് കയറി. നമ്മൾ അകത്തേക്ക് കയറലും കാലിക്കറ്റ് എഫ് സി ഗോൾ അടിക്കലും ഒരുമിച്ചായിരുന്നു. ഗോൾ അടിച്ചപ്പോഴാണ് കളിന്റെ ഈ ഒരു ഉഷാറിങ് വന്നത്. സ്റ്റേഡിയം ആണെങ്കിലോ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കല. എന്നിട്ട് സ്ഥലമില്ലായിട്ട് അട്ടത്തൊക്കെ ആൾക്കാർ കയറിയിരിക്കുന്നത്. പിന്നെ പ്ലേയേഴ്സ് ഒക്കെ നല്ല കൂളായിട്ടാണ് കളിക്കുന്നത്. പിന്നെ നമ്മളൊന്ന് കൂളാക്കാൻ വേണ്ടി ഒരു ഐസിങ് വാങ്ങി. അങ്ങനെ ഹാഫ് ടൈം ആയപ്പോൾ തന്നെ നൂറൻ ഷെരീഫ് വരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു ഞാൻ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവില്ല. നമ്മളെ മനസ്സിലാകാൻ ചെയ്ത് ഒരു ഹായും തന്നു. അതിന്റെ ഇടയിൽ കൂടി തെരമാലന്റെ പരിപാടിയും ഫ്ലാഷ് ലൈറ്റിന്റെ പരിപാടിയും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ മക്കളെ മലപ്പുറം എഫ് സിന്റെ ഗോളോട് കൂടി കളിന്റെ ഗതി അങ്ങോട്ട് മാറി. ആൻസറൊക്കെ ശരിയായ ആഹ്ലാദ പ്രകടനം. അതിന്റെ ഇടയ്ക്ക് മൂപ്പരൊക്കെ ഫുൾ സപ്പോർട്ട്. പക്ഷെ അതൊക്കെ വെറും 5 മിനിറ്റ് മാത്രമേ നിലനിന്നുള്ളൂ. അപ്പോഴത്തേക്ക് കാലിക്കറ്റ് എഫ് സിന്റെ അടുത്ത ഗോള്. പിന്നെ ഒന്നും പറയണ്ടല്ലോ, മൂപ്പരെല്ലാം കൂടി വളഞ്ഞാൽ നിൽക്കെല്ലാരും കൂടി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാലിക്കറ്റ് എഫ് സി ഒന്നുകൂടി അടിച്ച്. പിന്നെ മൂപ്പര് അവിടെ നിൽക്കില്ല, മൂപ്പര് എല്ലാം വിട്ടാളിന്. എന്റെ മോനെ കളി ഒന്നും പറയാനില്ല, ശരിയായ മൂഡ് കളിയാണ്. മൊത്തത്തിൽ എന്തായാലും ഒന്ന് ഉഷാറാക്കി. അങ്ങനെ കളിയും കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇതോടുകൂടി നമ്മൾ അന്നത്തെ കലാപരിപാടി കഴിഞ്ഞു.